Welcome to Beyond Tutoring, personalized learning for every student. Learn, grow, achieve. ഹായ് കിഡ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസ് 5-ലെ ചൂഹ ഓർ മെയിൻ എന്നൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മളുടെ നെയിം നോക്കി, ചൂഹ ഓർ മെയിൻ. ഈ ഒരു സ്റ്റോറി ഒരു റാറ്റ്, ചൂഹ മീൻസ് വാട്ട്? എ റാറ്റ്. ചൂഹ ഒരു റാറ്റ്, ഓർ മെയിം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറി എഴുതിയ ആളാണ്, സോ ലേഖക്. Okay, so the story is about a rat and the writer of the story. ഈ സ്റ്റോറിയിലെ മെയിൻ മോറൽ എന്താന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമുക്ക് കുറേ അനിമൽസിനെ ഇഷ്ടമുണ്ട്, എന്നാൽ കുറച്ച് അനിമൽസിനെ ഇഷ്ടമല്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡോഗ്സിനെ ഇഷ്ടം, കാറ്റ്സിനെ ഇഷ്ടം. പക്ഷെ നമുക്ക് ഒരു റാറ്റിനെ ഇഷ്ടമാണോ? നമ്മളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു റാറ്റ് വന്നാൽ നമ്മൾ അതിനെ ഫുഡ് കൊടുക്കുമോ? നമ്മളതിനെ ഓടിച്ചു വിടാനല്ലേ, കൊല്ലാനല്ലേ നോക്കത്തുള്ളൂ? അല്ലേ? നമുക്ക് റാറ്റിനെ ഇഷ്ടമാണോ? അല്ല. അപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ ഒരു വീട്ടിന്റെ ഉള്ളിലൊരു റാറ്റ്, ആ റാറ്റ് അതിന്റെ റൈറ്റ്സും നീഡ്സും എങ്ങനെ നേടിയെടുത്തു? ആ റാറ്റിന്റെ റൈറ്റ്സ് ആൻഡ് നീഡ്സ്, അധികാർ ആൻഡ് റൈറ്റ്സ്, അധികാർ ഓർ അതിന്റെ റൈറ്റ്സും അതിന്റെ നീഡ്സും അതിന്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു ഹൗസിലെ അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ നേടിയെടുത്തു, അതാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഒരു വീടുണ്ട്. ഒരു വീട്ടില് ഒരു एक मोटा चूहा है. घर में ഒരു വീട്ടില് एक मोटा चूहा है. मोटा മീൻസ് വാട്ട്? ഈ ഒരു പിക്ചർ നോക്കിയേ. മോട്ട മീൻസ് ഫാറ്റ്. അപ്പൊ ഒരു വീട്ടില് ഒരു മോട്ട ചൂഹായുണ്ട്. അപ്പൊ എങ്ങനെ മോട്ട ഫാറ്റ് ആവുന്നത്? ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ നന്നായിട്ട് കിട്ടിയ കാരണമാണ് അത് അത്രയും ഫാറ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലേ? ഒരു വീട്ടില് ഒരു മോട്ട ചൂഹയുണ്ട്. സോ छोटे भाई की पत्नी घर में खाना बनता है. അതായത് ആ വീട്ടില് ചോട്ടേന്ന് പറഞ്ഞ എന്താ? ചോട്ടേന്ന് പറഞ്ഞ ചെറിയ ബായ് എന്ന് പറഞ്ഞ എന്താ? ബ്രദർ. പത്നി എന്ന് പറഞ്ഞ വൈഫ്. സോ ചോട്ടെ ബായ് കി പത്നി, യങ്ങ ബ്രദറിന്റെ വൈഫാണ് ആ വീട്ടില് ഖാന എന്ന് പറഞ്ഞ എന്താ? ഫുഡ് ഉണ്ടാക്കുന്നത്. ആരാ വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്നത്? ആ വീട്ടില് ഫുഡ് ഉണ്ടാക്കുന്നത് ചോട്ടെ ഭായിക്ക് പത്നിയാണ്. അപ്പൊ നോക്കി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മള് കുറച്ച് ഫുഡൊക്കെ താഴേക്ക് ചാടൂലേ? താഴേക്ക് ചാടി പോകത്തില്ലേ? നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നേരത്തെ കുറച്ച് ഫുഡൊക്കെ താഴെ ചാടി പോവും. അപ്പൊ ഈ റാറ്റ് എന്താ? ആ താഴെ ചാടി പോകുന്ന ഫുഡൊക്കെ എടുത്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ആ റാറ്റ് ആ താഴെ പോയി ഫുഡിന്റെ കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ എടുത്ത്, നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കാൻ നേരത്ത് ചിലപ്പോ പയറ് താഴെ ചാടി പോവാം, വെജിറ്റബിൾസിന്റെ പീസസ് താഴെ ചാടി പോവാം. ഈ പീസസും എല്ലാം എടുത്താണ് ഈ റാറ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ റാറ്റ് അങ്ങനെ കഴിച്ച് എന്താ? റാറ്റ് ഒരു മോട്ട ചൂഹയായി മാറി. അപ്പൊ ഒരു ദിവസം എന്താ പറ്റിയെന്ന് നോക്കാം. പാരിവാരിക് ദുർഘടനാവും. പാരിവാരിക് എന്ന് പറഞ്ഞ എന്താ? റിലേറ്റീവ്സ്. ദുർഘടനാവും എന്ന് പറഞ്ഞ എന്താ? ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ദുർഘടനാവും എന്താന്നാണ് മനസ്സിലാവുന്നത്. ആക്സിഡൻസ് ഉണ്ടായി. അപ്പൊ എന്താ? പാരിവാരിക് മീൻസ് റിലേറ്റീവ്സ്, ദുർഘടനാവും മീൻസ് they got accidents. അപ്പൊ ആക്സിഡൻസ് ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ റാറ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ആ വീട്ടിലുള്ള പാരിവാരിക് മീൻസ് റിലേറ്റീവ്സ്, ദുർഘടനാവോ മീൻസ് ആക്സിഡൻസ്. അപ്പൊ അങ്ങനെ ആക്സിഡൻസ് ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ എന്തു പറ്റി?
ബഹനോയി കാ മൃത്യു ഹുവ. അപ്പൊ ബഹനോയി എന്ന് പറഞ്ഞ എന്താ? ബ്രദർ ഇൻ ലോ. ബഹനോയി, ബഹൻ എന്ന് പറഞ്ഞ എന്താ? ബഹൻ മീൻസ് സിസ്റ്റർ. അപ്പൊ ബഹനോയി എന്ന് പറഞ്ഞ സിസ്റ്റർ ഇൻ ബ്രദർ ഇൻ ലോ. ബഹൻ മീൻസ് sister. Behanoi means brother in law. Brother in law. അപ്പൊ എന്ത് പറ്റി? ബ്രദർ ഇൻ ലോ കാ മൃത്യു. മൃത്യു എന്ന് പറഞ്ഞ എന്താ? ഡൈഡ്. അപ്പൊ ബ്രദർ ഇൻ ലോ മരിച്ചുപോയി അല്ലേ? അപ്പൊ ബ്രദർ ഇൻ ലോ മരിച്ചുപോയി. അപ്പൊ എന്ത് പറ്റി? ബഹനോയി മരിച്ചുപോയ കാരണം ലോക് ബാഹർത്തെ. അപ്പൊ എന്ത് പറ്റി? ബ്രദർ ഇൻ ലോ മരിച്ചുപോയ കാരണം ആ വീട്ടിലുള്ള എല്ലാവരും ലോക്, വീട്ടിലുള്ളവരൊക്കെ ലോക് പീപ്പിൾ ബാഹർത്തെ. ബാഹർ എന്ന് പറഞ്ഞ വീടിന്റെ പുറത്തായിരുന്നു, വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ആ ബ്രദർ ഇൻ ലോ ബഹനോയി എന്താ? ബഹനോയി മരിച്ച കാരണം വീട്ടിലുള്ള മൃത്യു ഡൈഡ്. ബഹനോയി മരിച്ച കാരണം വീട്ടിലുള്ളവരൊക്കെ എവിടെയായിരുന്നു? പുറത്തായിരുന്നു. ബാഹർ പുറത്തായിരുന്നു. ബഹനോയി ബ്രദർ ഇൻ ലോ മൃത്യു ഡൈഡ്. ബഹനോയി को मृत्यु हुआ. इसके कारण what happened? लोग बाहर थे. लोग बाहर थे. तो चूहे എന്താ? चूहे ने अपना अधिकार किससे मान लिया था? അതിന്റെ അധികാർ കിസേ മാൻ ലിയാ था. അപ്പൊ ആ ഒരു വീട്ടില് അതിന് റൈറ്റ്സും അതിന് അധികാരമുണ്ട്. അതൊക്കെ അതെങ്ങനെ മനസ്സിലായിക്കൊണ്ടിരുന്നത്? എനിക്ക് ഈ വീട്ടിൽ ഒരു റൈറ്റ് ഉണ്ട്. ഐ ഹാവ് എ റൈറ്റ് ഇൻ ദിസ് ഹൗസ്. ആ റൈറ്റ് എങ്ങനെയാണ് അത് എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ടിരുന്നത്? അപ്പോ എനിക്ക് വീട്ടിൽ നിന്ന് ഖാനേക്കോ ഇസി ഘർമേ മിലേങ്ക. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഫുഡ് ഒക്കെ കിട്ടും. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടില് റൈറ്റ്സ് ഉണ്ട്. ഞാൻ ഈ വീട്ടിലൊരു അംഗമാണ്. എല്ലാവരെയും പോലെ ഞാനും ഈ വീട്ടിലൊരു അംഗമാണ്. അതെങ്ങനെ മനസ്സിലായിക്കൊണ്ടിരുന്നേ? എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്. അത് കാരണം ഞാനും ഈ വീട്ടിലൊരു അംഗമാണ്. എനിക്ക് ഈ വീട്ടിൽ നിന്ന്. അപ്പൊ എങ്ങനെയാ റാറ്റിന് മനസ്സിലായേ? ചൂഹേനെ അപ്പന അധികാർ കിസേ മാൻ ലിയാത്ത. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂഹേനെ അപ്പന അധികാർ കിസേ മാൻ ലിയാത്ത. എന്തുകൊണ്ടാ എനിക്ക് ഈ വീട്ടിൽ അധികാരം ഉണ്ടെന്ന് ആ റാറ്റ് തോന്നിയത്? വൈ? ബിക്കോസ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കിട്ടുന്നുണ്ട്. അത് കാരണം ഞാനും ഈ വീട്ടിലൊരു അംഗമാണ്. അങ്ങനെയാണ് ഈ റാറ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഖാനെ ഈ വീട്ടിൽ നിന്ന് ഇസി ഘർ ഖാനെ കോ മിലേങ്ക. എനിക്ക് കിട്ടും, എനിക്ക് ഫുഡ് കഴിക്കാൻ കിട്ടും. സോ ഐ ഹാവ് റൈറ്റ്സ് ഇൻ ദിസ് ഹൗസ്. അപ്പൊ നമ്മൾ പക്ഷെ എന്തു പറ്റി? ബ്രദർ ഇൻ ലോ ബഹനോയി കാ മൃത്യു ഹുവ. സോ വാട്ട് ഹാപ്പൻ? എല്ലാവരും വീടിന്റെ പുറത്തായിരുന്നു. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ബഹനോയി കാ മൃത്യു ഹുവ. അപ്പൊ ഇനി റാറ്റിന് ഫുഡ് കിട്ടോ? വീട്ടിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ റാറ്റിന് ഫുഡ് കിട്ടോ? നമുക്ക് നോക്കാം. അപ്പോ നോക്കിയേ. അപ്പൊ എല്ലാവരും ബഹനോയി കാ മൃത്യു ഹുവ. സോ എല്ലാവർക്കും എന്തു പറ്റി? ദേ വെന്റ് അവേ. അവര് വീടിന്റെ പുറത്തായിരുന്നു. അപ്പൊ വീട് എന്ത് പറ്റി? വീട് ലോക്ക് ചെയ്തു. വീട് ലോക്ക് ചെയ്തിട്ട് എല്ലാവരും പോയി വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. കാരണം എന്താ? ബഹനോയി കാ മൃത്യു ഹുവ. ഘർ കിത്തനെ ദിൻ ബന്ദ് രഹാ. എത്ര ദിവസം വീട് ലോക്കായി കിടന്നു? എത്ര ദിവസമാണ് വീട് ലോക്കായി കിടന്നത്? ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ദിവസം വീട് ബന്ദ് രഹാ? 45 दिन घर बंद रहा. എത്ര ഡേയ്സ് വീട് ലോക്കായി കിടന്നു? 45 दिन. എത്ര ദിവസം? 45 दिन घर बंद रहा. എത്ര ദിവസം വീട് ലോക്കായി കിടന്നു? 45 दिन घर बंद रहा. അതൊരു ക്വസ്റ്റ്യൻ ആണ്. घर कितने दिन बंद रहा? 45 दिन घर बंद रहा. അപ്പൊ
ഇനി വീട്ടിൽ ആരുമില്ല, ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്താ പറ്റുന്നത്? റാറ്റിന് വിശക്കൂല്ലേ? ഇത്രയും ദിവസം റാറ്റിന് ഫുഡൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാ. അപ്പൊ വീട്ടിൽ ആരുമില്ല, വീട്ടില് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റി? റാറ്റിന് വിശന്നു തുടങ്ങി. അപ്പൊ റാറ്റ് എന്താ ചെയ്തേ? വിശന്നു കഴിഞ്ഞപ്പോ റാറ്റ് ഫുഡ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആ, ഇവിടെ ഉണ്ടോ ഫുഡ്, അവിടെ ഉണ്ടോ ഫുഡ്, ഈ പാത്രത്തിന്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടോ, ആ പാത്രത്തിന്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടോ, എല്ലായിടത്തും ഈ റാറ്റ് വന്നിട്ട് ഫുഡ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തു പറ്റി? അങ്ങനെ സെർച്ച് ചെയ്ത് ആ ചൂഹ ക്രോക്കറി, ക്രോക്കറി എന്ന് പറഞ്ഞ എന്താ, ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ പൊട്ടണ പാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഗ്ലാസും ബോൾസും എല്ലാം ഇല്ലേ, അതിന് ക്രോക്കറി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറ്റി? ഈ ക്രോക്കറി, ഈ റാറ്റ് ഇങ്ങനെ ഓടിയടന്ന് ഈ ഫുഡൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഈ ക്രോക്കറി, അലമാരിയിലുള്ള ക്രോക്കറി ഒക്കെ എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചു കളഞ്ഞു. ഗിർക്കർ, ക്രോക്കറി, ക്രോക്കറി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രങ്ങളൊക്കെയാണ്, പൊട്ടണ പാത്രങ്ങളൊക്കെയാണ് ക്രോക്കറി എന്ന് പറഞ്ഞത്. ബോൾസ്, ഗ്ലാസസ്, അങ്ങനെയൊക്കെയുള്ള എല്ലാം എന്താ, ഗിരാക്കർ എന്ന് പറഞ്ഞ എന്താ, താഴെ ഇട്ടു. ഗിരാക്കർ താഴെ ഇട്ടു, എല്ലാം താഴെ ഇട്ടു, എല്ലാം പൊട്ടി. അപ്പൊ എന്താ, ഖാനെ എന്തിനാ ഇങ്ങനെ താഴെ ഇട്ടത്? ഫുഡ് ഇങ്ങനെ അതിന് വിശന്നു, വീട് പൂട്ടിയിട്ടേക്കുവാ. അപ്പൊ അതിന് വിശക്കല്ലേ? വിശന്നു കഴിഞ്ഞപ്പോ ഫുഡ് ഉണ്ടോന്ന് നോക്കി, ഫുഡ് എങ്ങും ഇല്ല. അപ്പൊ ഇങ്ങനെ സെർച്ച് ചെയ്ത് എന്താ, എല്ലാവരും പാത്രങ്ങൾ എവിടെ വെക്കുന്നേ? അലമാരിയുടെ മുകളിലും അവിടെയൊക്കെ പൊക്കത്തിലല്ലേ വെക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പൊക്കത്തിലുള്ള എല്ലാ ഇതും എടുത്ത് താഴെട്ടിട്ടു. എന്തിനെങ്ങനെ താഴെ ഇട്ടെ? खाने मिलने के लिए क्रॉकरी और डिब्बे में തലാഷ്ത ഹോക. അതെന്താ, ഫുഡ് സെർച്ച് ചെയ്യാൻ വേണ്ടി ക്രോക്കറി ഓർ ടിബെ, ടിബെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടിന്നില്ലേ, ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന ടിൻ, അവിടെയൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നു. ഹി സെർച്ച് ദ ഫുഡ് എവ്രിവെയർ. ക്രോക്കറിയിലും ടിബയിലൊക്കെ ഫുഡ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തു. ഒന്നും കണ്ടില്ല. കാരണം എന്താ, വീട് അടിച്ചിട്ടേക്കുമായിരുന്നു. ഓക്കെ, ഒരു ദിവസം ലേഖക് വീട്ടിലേക്ക് വന്ന് ട്യൂബ് ഓൺ ചെയ്തു. അപ്പൊ എന്താ, ലേഖക് വീട്ടിലേക്ക് വന്ന് ട്യൂബ് ചലായി. ട്യൂബ് എന്ന് പറഞ്ഞ എന്താ, ലൈറ്റ്. നമ്മളുടെ വീടുകളിലൊക്കെ ട്യൂബ് ഇല്ലേ, അതാണ്. ജലായി എന്ന് പറഞ്ഞ എന്താ, ഹി ടേൺഡ് on. So what is Jalai means? He turned on the tube. So what happened? ആ ലേഖക് വീട്ടിലേക്ക് വന്നിട്ട് ആ ട്യൂബ് ഹി ടേൺ ഓൺ. സോ വാട്ട് ഹാപ്പൻ? അപ്പോ റാറ്റ് ഇങ്ങനെ ലൈറ്റ് കണ്ടപ്പോഴേക്കും ഖുഷ് സെ ദൗഡ് രഹാ. റാറ്റിന് ഭയങ്കര സന്തോഷായി. ആ, ഇനി വീട്ടിലെ ആൾക്കാര് വരുവാണ്. ഓ, എനിക്കിനി ഫുഡ് കിട്ടും. അങ്ങനെ റാറ്റ് അങ്ങനെ വിചാരിച്ച് റാറ്റിന് ഭയങ്കര സന്തോഷായി. ഖുഷ് സെ ദൗഡ് എന്ന് പറഞ്ഞ ഓടി, സന്തോഷം കൊണ്ട് ഓടി. അപ്പൊ ലൈറ്റ് ഓൺ ചെയ്തു. ട്യൂബ് ജലായി മീൻസ് വാട്ട്? ടേൺഡ് ഓൺ. ഖുഷ് മീൻസ് വാട്ട്? ഹാപ്പി സെ ദൗഡ്, ഓടി. അപ്പൊ എന്താ, ഈ ലേഖക് when he turned on the tube, this rat, he become very happy and he was running. അപ്പൊ ഈ ലേഖക് ടേൺ ഓൺ ചെയ്തപ്പോ തന്നെ ലേഖക് കണ്ടു, ദേ ഒരു റാറ്റ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ഈ റാറ്റ് ഈ ലേഖക് കണ്ടു. അപ്പൊ അത് എന്തത്ര സന്തോഷം വരാൻ കാരണം റാറ്റിന് മനസ്സിലായി, ഈ വീട്ടിൽ ഇനി ആൾക്കാർ വരുവാണ്, എനിക്ക് ഇനി ഫുഡ് കഴിക്കാൻ കിട്ടും, ഇവിടെ ഇനി ഫുഡ് ഉണ്ടാക്കും, അപ്പൊ എനിക്ക് കിട്ടും. എന്തുകൊണ്ടാണ് റാറ്റ് ഖുഷ് സെ ദൗഡ് രഹാ था? क्योंकि उसके समझ he understands that उसके समझ गई कि he understands that
ഘർ മേ ഖാന ബനേഗ, ഇനി വീട്ടില് ഫുഡ് ഉണ്ടാക്കും. ഓ, ആൾക്കാർ വന്നു, ഇനി വീട്ടില് ഫുഡ് ഉണ്ടാക്കും. ഓർ ഉസ്കോ മിലേങ്കി, എനിക്ക് കിട്ടും, എനിക്ക് ഇനി ഫുഡ് കിട്ടും, ഇനി വീട്ടില് ആൾക്കാർ വന്നു. അത് കാരണമാണ് ലൈറ്റ് കണ്ടത്. ഇനി ഹായ്, എനിക്കിങ്ങനെ ഫുഡ് കിട്ടൂലോ. ഇത്ര ദിവസം ഞാൻ വിശന്നിരിക്കുമായിരുന്നു ഫുഡൊന്നും കിട്ടാതെ. ഇനി എനിക്ക് ഫുഡ് കിട്ടും. പക്ഷെ പക്ഷെ ആ ലേഖകനെ കണ്ടപ്പോ ഈ റാറ്റിന് കണ്ടോ ഹാപ്പി ഫേസ്, റാറ്റിന് ഭയങ്കര സന്തോഷായി. അപ്പൊ റാറ്റ് എനിക്കിനി വിശക്കണ്ട, വിശന്ന് എനിക്ക് വയ്യാതെയായി. ഒരാള് വന്നല്ലോ, ഇനി എനിക്ക് ഫുഡ് കിട്ടും. അപ്പൊ റാറ്റിന് ഭയങ്കര സന്തോഷായിട്ട് എന്താ ചെയ്തേ? ആനന്ദ് മീൻസ് ഹി ഫീൽസ് വെരി വെരി ഹാപ്പി. അപ്പൊ നമുക്ക് സന്തോഷം വന്നപ്പോ നമുക്ക് ഒരു പുതിയ ടോയ് വാങ്ങി തരുമോ? അപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെന്താ ആ നമ്മള് തുള്ളി ചാടും അല്ലേ? നമുക്ക് ന്യൂ ടോയ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് തുള്ളി ചാടും. അതുപോലെ ഈ റാറ്റിന് ഇങ്ങനെ ഒരാള് വന്നു, എനിക്ക് ഇനി ഫുഡ് കിട്ടും. സോ ഹി ബിക്കം വെരി വെരി ഹാപ്പി. അപ്പൊ എല്ലാ രാവിലെ തുടങ്ങി ഹി വാസ് വെരി ഹാപ്പി. അത് കഴിഞ്ഞിട്ട് വീട് ഘർ മേ ഘൂംതാ രഹ, എല്ലായിടത്തേക്കും ഹി വാസ് റോമിങ് അറൌണ്ട് ഇൻ ദ ഹൗസ്. ഹി വാസ് റോമിങ് അറൌണ്ട് ഇൻ ദ ഹൗസ്. റോമിങ് അറൌണ്ട് ഇൻ ദ ഹൗസ്. ആൾക്കാർ വന്നു ഇനി വീട്ടില്, എനിക്കിങ്ങി വിശന്നിരിക്കണ്ട, ഐ വിൽ ഗെറ്റ് ഫുഡ്. സോ ഹി ബിക്കം വെരി വെരി ഹാപ്പി ആൻഡ് ഹി വാസ് ഘർ മേ ഘൂംതാ രഹ. ഘൂംതാ രഹ മീൻസ് എനിക്കിങ്ങി സോ ഹി വാസ് ഹാപ്പി ആൻഡ് ഹി വാസ് റോമിങ് അറൌണ്ട് ദ ഹൗസ്. പക്ഷെ എന്ത് പറ്റി? ലേഖകന് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? ലേഖകന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. സോ വാട്ട് ഹി ഡു? ആ ലേഖകന്റെ സിസ്റ്ററിന്റെ വീട് തൊട്ടടുത്തുണ്ടായിരുന്നു. ലേഖകന് സിസ്റ്ററിന്റെ വീട് തൊട്ടടുത്തുണ്ടായിരുന്നു. ലേഖകന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ സിസ്റ്റർ എന്താ ചെയ്തേ? സിസ്റ്റർ ഷീ മെയ്ഡ് ഫുഡ് ഫോർ ദ ലേഖക്. ഷീ മെയ്ഡ് ഫുഡ് ഫോർ ദ ലേഖക് ആൻഡ് ലേഖക് ആ ഫുഡ് കഴിച്ച് നടന്നു. വീട്ടിലപ്പോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറ്റുന്നത്? റാറ്റിന് ഫുഡ് കഴിക്കാൻ കിട്ടുമോ? ഇനി റാറ്റിന് ഫുഡ് കഴിക്കാൻ കിട്ടുമോ? കിട്ടില്ല അല്ലേ? അപ്പൊ ലേഖകന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല. അയ്യോ. അപ്പോ ലേഖകന്റെ സിസ്റ്ററിന്റെ വീട് തൊട്ടടുത്തുണ്ട്. അപ്പൊ സിസ്റ്ററിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നത്. അപ്പോ ലേഖക് दोपहर ഭോജൻ കഹാം കർത്തേത്തെ, എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്? ലേഖകന് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? നോ. ലേഖക് എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്? കഹാം കർത്തേത്തെ, എവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു? घर में कोई नहीं खाना बनाता तो वो आसपास रहने वाले बहन के घर से खाते. വീട്ടില് ആരും ഫുഡ് ഉണ്ടാക്കുന്നില്ല. കോയി നെഹി ഖാന ബനാത്ത ഉണ്ടാക്കുന്നില്ല. ഘർ മേ കോയി നെഹി ഖാന ബനാത്ത. സോ ആസ്പാസ് നിയർ ബൈ രഹനെ വാലെ താമസിക്കുന്ന ലീവ്സ് നിയർ. സോ ഹർ സിസ്റ്റർ, ബഹൻ മീൻസ് സിസ്റ്റർ. അപ്പൊ എന്താ വീട്ടില് നോബഡി ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദ ഹൗസ്. കോയി നെഹി ഖാന ബനാത്ത. സോ വീട്ടിൽ ആരും ഫുഡ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്താ പറ്റി? ഹി ഗോസ് നിയർ ബൈ ആസ്പാസ് രഹനെ വാലെ ബഹൻ സിസ്റ്റർ കെ ഘർ സെ ഖാത്തെ. അപ്പൊ തൊട്ടടുത്തുള്ള സിസ്റ്ററുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു. പക്ഷെ റാറ്റിന് എന്ത് പറ്റി? റാറ്റിന് ഫുഡ് കിട്ടില്ല. റാറ്റ് സന്തോഷിച്ചിരുന്നു. എനിക്കിപ്പൊ കിട്ടും, ഇപ്പൊ വീട്ടില് ഫുഡ് ഉണ്ടാക്കി എനിക്ക് കിട്ടും, അങ്ങനെ വിചാരിച്ച് റാറ്റ് ഇരുന്നു. പക്ഷെ എന്ത് പറ്റി? പാവം റാറ്റിന് ഫുഡൊന്നും കിട്ടിയില്ല. ലേക്ക് കഴിഞ്ഞ് എന്ത് ചെയ്തു? സിസ്റ്ററിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചു.
പാവം റാറ്റിന് ആരും ഫുഡ് കൊടുത്തില്ല. റാറ്റ് വീണ്ടും വിശന്നിരുന്നു. അപ്പൊ എന്തു പറ്റി? റാറ്റിന് ഹി ഫീൽ സാഡ്. ചൂഹ നിരാശ ഹോ രഹേ थे. എന്തുകൊണ്ടാ നിരാശയായേ? बिकॉज nobody cooks food in the house. कोई खाना बनाता था. और गाने को റാറ്റിന് ഫുഡൊന്നും കിട്ടിയില്ല. कोई नहीं खाना बनाते और उसको खाना नहीं मिलता. So he feels very very sad. അപ്പൊ റാറ്റ് എന്ത് ചെയ്തു? I also have rights in this house. So you are eating food from somewhere else. I am also member of this house. അല്ലേ, ഞാനും ഈ വീട്ടിലെ അംഗമാണ്, എനിക്കും വിശപ്പുണ്ട്. യു ആർ ഗോയിങ് ഔട്ട്സൈഡ് ആൻഡ് ഈറ്റിംഗ് ഫുഡ്. നിങ്ങൾ വീടിന് പുറത്ത് പോയി ഫുഡ് കഴിക്കുക. എന്റെ കാര്യം ആരെങ്കിലും ഓർത്തോ? അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കണ്ടേ? പക്ഷെ റാറ്റിന് പറയാൻ അറിയോ? എനിക്ക് വിശക്കുവാണ്, എനിക്ക് ഫുഡ് തരാമെന്ന് പറയാൻ അറിയോ? അറിയില്ല. സോ വാട്ട് ഹി ഡസ്, ആ ലേഖക് രാത്രി ഉറങ്ങാൻ നേരത്ത് ആ മോസ്കിറ്റോ നെറ്റ് മച്ചർദാനിയുടെ മുകളിൽ പോയിട്ട് ഇങ്ങനെ മച്ചർദാനിയുടെ മുകളിൽ പോയി മച്ചർദാനി climb up. Rat climb up the മച്ചർദാനി. അപ്പൊ റാറ്റിന്റെ ഒരു സ്ക്യൂക്ക് സൗണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ അത് ഈ മച്ചർദാനി എന്ന് പറഞ്ഞ എന്താ? മോസ്കിറ്റോ നെറ്റ്. ചക്കർ എന്ന് പറഞ്ഞ എന്താ? ക്ലൈംബ് അപ്പ്. ക്യാ കർത്ത, എന്താ ചെയ്തുകൊണ്ടിരുന്നേ? കുൽബുലാത്ത. ആ ലേഖകിന്റെ അടുത്ത് വന്നിട്ട് അതിന് വിശക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? റാറ്റ് ഈ ലേഖകിന്റെ ക്ലൈംബ് അപ്പ് ചെയ്ത് ലേഖകിന്റെ തലയുടെ അവിടെ വന്നിട്ട് പറഞ്ഞു കുൽബുലാത്ത. ഇതല്ലേ റാറ്റിന്റെ സൗണ്ട്? ഇങ്ങനെ കുൽബുലാത്ത ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. സിറിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. സിർ കി തരഫ് ഹാത്ത കുൽബുലാത്ത, ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കി. അപ്പോ ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു മോസ്കിറ്റോന്റെ നോയ്സ്, മോസ്കിറ്റോ വന്നിട്ട് നമ്മളുടെ ചെവിയുടെ ചുറ്റും പറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? വി വിൽ ബി വെരി ഡിസ്റ്റർബ് അല്ലേ? അതുപോലെ ഈ ലേഖകനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് റാറ്റ് അങ്ങനെ ചെയ്തത്. കാരണം എന്താ? റാറ്റിനും ഉണ്ട് റൈറ്റ്സ്. ആ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് റാറ്റ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ റാറ്റിന് ഫുഡ് ആരും കൊടുക്കുന്നില്ല. ലേഖകാണെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കുക. റാറ്റിനെ പറ്റി ആരും ഒന്നും വിചാരിക്കുന്നില്ല. സോ റാറ്റ് വിചാരിച്ചു, അന്ന് ഉറങ്ങാൻ നേരത്ത് ഞാൻ വന്ന് ഡിസ്റ്റർബ് ചെയ്യാം. അപ്പൊ ഇനി എന്താ, എനിക്ക് ഫുഡ് തന്നോളൂ. അപ്പൊ എന്താ ചെയ്തേ? മച്ചർദാനി എന്ന് പറഞ്ഞ എന്താ? മോസ്കിറ്റോ നെറ്റ്. ചട്ക ക്ലൈംബ് അപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? ഹി ക്ലൈംബ് അപ്പ് ആൻഡ് വാട്ട് ഹി ഡിഡ്, ഹി മേക്ക് നോയ്സസ്. കുൽബുലാത്ത, ഹി മേക്സ് നോയ്സസ്. സിർ കി തരഫ് ആത്ത. ക്ലിയർ ആണോ അത്? അപ്പോ ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കി ഈ റൈറ്ററിന് എന്ത് പറ്റി? ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഹി ബാത്ത, അതിനെ ഓടിച്ചു വിട്ടു. അപ്പൊ ഈ ചൂഹ ഈ ലേഖകനെ എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കും. ഇങ്ങനെ സ്ക്യൂക്ക് സൗണ്ട് ചെയ്യിപ്പിച്ച് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറ്റി? ഈ ലേഖകനെ ആ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ലേഖകൻ എന്ത് ചെയ്തു? അതിനെ ഓടിച്ചു കളയും. അപ്പൊ ഒരു ദിവസം എന്ത് പറ്റി? ഈ റാറ്റ് ആ മോസ്കിറ്റോ നെറ്റിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഗുസ് ആയ മച്ചർദാനി മേ ഗുസ് ആയ, അതിന്റെ ഉള്ളിലേക്ക് കയറി വന്നു ഈ റാറ്റ്. അപ്പൊ ലേഖക് വിചാരിച്ചു, എന്റെ ഉറക്കമൊക്കെ ഈ എലി നശിപ്പിക്കുകയാണ്, എനിക്ക് ഈ റാറ്റിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. സോ ലേഖക് വിചാരിച്ചു,
നമുക്കിനി ഈ റാറ്റിനെ ഇവിടെ റാറ്റ് ഉറങ്ങാനും സമ്മതിക്കുന്നില്ല, ഭയങ്കര നോയിസിയാണ്. അങ്ങനെ വിചാരിച്ച് ഈ ലേക്കൊക്കെ എന്ത് ചെയ്തു, സോ ഐ വിൽ കിൽ ദിസ് റാറ്റ് അങ്ങനെ ഡിസൈഡ് ചെയ്തു. പക്ഷെ എന്ത് പറ്റി, ലേക്കൊക്കെ വിചാരിച്ചു, ഈ റാറ്റ് എങ്ങാനും ഇനി കബോർഡിന്റെ അടിയിലോ അലമാരിയുടെ അടിയിലോ എവിടെയെങ്കിലും പോയി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നേ? वो किसी अलमारी के नीचे अंडर, നീച്ചെ എന്ന് പറഞ്ഞ എന്താ, അണ്ടർ, ഏതെങ്കിലും അലമാരിയുടെ അടി പോയി, നീച്ചെ അണ്ടർ മരേങ്ക, മരിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റിയേ? അത് ഇഫ് ഇറ്റ് ഡീക്കേസ് സഡ് ജാനെ സെ, അതെന്താ, മരിച്ചു കഴിയുമ്പോ സഡ് ഡീകേ, സഡ് ജാനെ സെ വാട്ട് വിൽ ഹാപ്പൻ? അപ്പൊ റാറ്റ് അലമാരയുടെ അടിയിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എവിടെ മരിച്ചിരുന്നു? അപ്പൊ എന്താ പറ്റുന്നത്? സാരേ ഘർ ദുർഗന്ധ് സെ ഭരേങ്ക, അപ്പൊ വീട് ഫുള്ളും ഫൗൾ സ്മെല്ല് വരും ഈ റാറ്റ് അലമാരയിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ. അപ്പോ ലേഖകൻ എന്ത് ചെയ്തു, ഇനി ഞാൻ ആ റാറ്റിനെ കൊല്ലുന്നില്ല എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് അങ്ങനെ വിചാരിച്ചേ? വലിയ അലമാരിയുടെ അടിയിൽ പോയി മരിച്ചു കഴിഞ്ഞാൽ അത് ഡീക്കി ആയി കഴിയുമ്പോ സഡ് ജാനയ്ക്ക് സേ വീട് ഫുള്ള് എന്താ, ദുർഗന്ധ് സേ ഭരേങ്ക, വീട് ഫുള്ളും സാരേ ഘർ ദുർഗന്ധ്, ദുർഗന്ധ് ഫൗൾ സ്മെല്ല് വരും. അപ്പൊ ലേഖക്ക് വിചാരിച്ചു, ഞാൻ ഈ റാറ്റിനെ കൊല്ലുന്നില്ല. അപ്പോ റാറ്റ് എന്താ, ഒരു ദിവസം ലേഖകന് മനസ്സിലായി ഈ റാറ്റ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന് വിശന്നിട്ടാണ്. एक दिन लेखक को समझ गया, एक दिन लेखक को समझ गया, समझ എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർസ്റ്റാൻഡ്, ഹി അണ്ടർസ്റ്റാൻഡ് എന്താ, ഈ लेखक को समझ गया, समझ गया എന്ന് പറഞ്ഞാൽ എന്താ, അണ്ടർസ്റ്റാൻഡ്. ചൂഹെ കോ ഭൂഖ്ത, എന്തുകൊണ്ടാ ഈ ചൂഹ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ചൂഹെ കോ ഭൂഖ്, വിശക്കുമായിരുന്നു, ഹി വാസ് ഹംഗ്രി. चूहे को भूख, हंग्री, he was hungry, और उसको बताने के लिए ये सब करते थे. എന്തുകൊണ്ടാ ബത്താനെ, ചൂഹയ്ക്ക് വിശക്കാണ്. ലേഖകന്റെ അടുത്ത് പറയാൻ പറ്റുമോ എനിക്ക് വിശക്കാണ്, എനിക്ക് ഫുഡ് തരുമെന്ന് ചൂഹയ്ക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ചൂഹ എന്താ, ഈ ലേഖകനെ ഡിസ്റ്റർബ് ചെയ്തു, ഉറങ്ങാൻ നേരത്തെ ഡിസ്റ്റർബ് ചെയ്ത്. അപ്പോ ഒരു ദിവസം लेखक को समझ गया, लेखक को समझ गया चूहे को ഭൂഖ്ത, ഭൂഖ് എന്ന് പറഞ്ഞാൽ എന്താ, വിശക്കുമായിരുന്നു, ഈ റാറ്റിന് വിശക്കുമായിരുന്നു, ഭൂഖ് വിശക്കുമായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നേ. എന്തുകൊണ്ടാ ഈ ചൂഹ വിചാരിച്ചത്, ഈ വീട് എന്റെ വീടാണ്, എനിക്കും ഈ വീട്ടിൽ അധികാരമുണ്ട്, അപ്പൊ എനിക്കും ഫുഡ് തരാനുള്ള ഡ്യൂട്ടി ഈ വീട്ടിലുള്ളവർക്കും ഉണ്ട്. അതാണ് ചൂഹ ഇങ്ങനെയൊക്കെ കാണിച്ചത്. ചൂഹ എന്താ വിചാരിച്ചേ, ഇസ് ഘർ അപ്പനെ മാറ്റത്തെ, ഇത് എന്റെ വീടാണ്, അപ്പൊ എനിക്കും ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്കും ഫുഡ് തരാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോ ഒരു ദിവസം രാത്രി ഈ ലേഖകന്റെ സിർ കെ പാസ് ജാക്കർ, ഒരു ദിവസം രാത്രി ഈ ചൂഹ എന്ത് ചെയ്തു, ലേഖകന്റെ ഹെഡിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തൂ ഘർ കെ ബാഹർ ജാക്കർ ഖാതാ താ, എന്താ തൂ, നീ ബാഹർ, ഘർ കെ ബാഹർ ജാക്കർ, ജാക്കർ എന്ന് പറഞ്ഞാൽ നീ വീടിന്റെ പുറത്ത് പോയി കഴിക്കുവാണ്. ഘർ കെ ബാഹർ ജാക്കർ ഖാതാ താ, നിങ്ങള് വീട്ടിന്റെ പുറത്ത് പോയി ഫുഡ് കഴിക്കാം. പക്ഷെ എന്റെ കാര്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞാനും ഈ വീട്ടില് വിശന്നിരിക്കുവല്ലേ, ഞാനിവിടെ വിശന്ന് ചത്തു പോകത്തില്ലേ? You go outside and you were going outside the house and eating food, but did you ever think about me? I was hungry all the time.
ഐ വിൽ ഡൈ സൂൺ. അങ്ങനെ ഈ ചൂഹ ഈ ലേഖകന്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, തു ഘർ കെ ബാഹർ, നിങ്ങൾ വീടിന്റെ പുറത്തു പോയി ഫുഡ് കഴിക്കുവാണ്. ജാക്ക ഖാത്ത, ഫുഡ് കഴിക്കാണ്. പർ യഹ് സുഖ്, ഞാനിവിടെ ഭൂഖ് സെ മർ രഹാ ഹൂ, ഞാനിവിടെ വിശന്നിട്ട് മരിച്ചു പോവും. വോ ബി ഘർ കാ സദസ്യ ഹൂ, ഞാനും ഈ വീട്ടിലെ ഒരു അംഗമാണ്. ആർ ഉസ്കെ ബി ഹക്ക് ഹേ, എനിക്കും ഈ വീട്ടിലൊരു അംഗമാണ്. അപ്പൊ എനിക്കും റൈറ്റ്സ് ഉണ്ട് ഈ വീട്ടില്. എനിക്കും ഫുഡ് തരാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞാനും ഈ വീട്ടിലെ ഒരു മെമ്പറാണ്. സദസ്യ, മെമ്പർ, ഞാനും ഈ വീട്ടിലെ ഒരു മെമ്പറാണ്. എനിക്ക് ഈ വീട്ടിലെ റൈറ്റ്സ് ഉണ്ട്. അത് അങ്ങനെ ആരെ പറഞ്ഞേ? ഈ റാറ്റ് ഈ ലേഖകന്റെ സിർക്കെ പാസ് ജാക്ക്, ഹെഡിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ പറയാ, നിങ്ങള് പുറത്തു പോയി ഫുഡ് കഴിക്കുകയാണ്, പക്ഷെ എന്റെ കാര്യം ഓർത്തോ, ഞാനിവിടെ വിശന്ന് മരിച്ചു പോവില്ലേ? ഞാനും ഈ വീട്ടിലെ മെമ്പർ അല്ലേ? എനിക്കും റൈറ്റ്സ് ഇല്ലേ? എന്റെ റൈറ്റ്സ് ഇവിടെ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോ ലേഖകൻ എന്ത് ചെയ്തു? കുറച്ച് പപ്പടത്തിന്റെ ടുക്കട, പീസസ്, അയാളുടെ ഫുഡ് ഭോജൻ കാ ടിപ്പ, ഫുഡിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തു. ഭോജൻ കാ ടിപ്പ, ഫുഡിന്റെ ഡിപ്പ, ആ ബോക്സ് ഓപ്പൺ ചെയ്തു. ഹോല ഓപ്പൺ ചെയ്തു. then പപ്പഡ് കെ ടുക്കട, പപ്പടത്തിന്റെ കുറച്ച് ടുക്കട, പീസസ്, പപ്പടത്തിന്റെ കുറച്ച് ടുക്കട ഹി ഡ്രോപ്പ് ഹിയർ ആൻഡ് ദർ. എന്താ ചെയ്ത്? ഹി ഓപ്പൺ ഹിസ് ലഞ്ച് ബോക്സ്, ആൻഡ് ഹി ഡ്രോപ്പ് സം പീസസ് ഓഫ് പപ്പഡ്. ടുക്കഡ് എന്ന് പറഞ്ഞാൽ പപ്പഡ് കെ ടുക്കഡ് എന്ന് പറഞ്ഞാൽ പീസസ്, കുറച്ച് പീസസ് എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ടു. അപ്പൊ റാറ്റ് എന്താ ചെയ്തേ? റാറ്റ് കമൻ ഈറ്റ് ദാറ്റ്. ചൂഹ അത് എടുത്തിട്ട് അലമാരി കെ നീച്ചെ ബൈഠ് കർ ഖാനെ ലഗെ. അപ്പൊ ചൂഹ എന്ത് ചെയ്തു? ഹി ടേക്ക് ഇറ്റ്, അത് എടുത്തു. നികല, അത് എടുത്തിട്ട് പോയി. അതെടുത്തിട്ട് അലമാരി കെ നീച്ചെ ബൈഠ് കർ ഖാനെ ലഗെ. അലമാരിക്ക് നീച്ചെ, അലമാരിയുടെ അടി പോയി ബൈഠ് കർ, ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോയി. എന്താ ചെയ്തേ? ചൂഹ അലമാരിയുടെ ആ പപ്പടിന്റെ പീസ് എടുത്തിട്ട് അലമാരിയുടെ അടി പോയി ഫുഡ് കഴിക്കാനിരുന്നു. അപ്പൊ ഒരു ദിവസം എന്തു പറ്റി? സിസ്റ്റർ ചാവൽ കെ പപ്പട്, അരിയുടെ പപ്പട് കൊടുത്തു. ബേജെ കൊടുത്തുവിട്ടു. എന്താ സിസ്റ്റർ എന്താ ചെയ്തേ? ഒരു ദിവസം ഈ ലേഖകന് അരിയുടെ പപ്പടം കൊടുത്തുവിട്ടു. ചാവൽ കെ പപ്പട്. ബഹൻ എന്താ ചെയ്തേ? ബഹൻ, സിസ്റ്റർ, ഒരു ദിവസം സിസ്റ്റർ ചാവൽ കെ പാപ്പഡ് എന്ന് പറഞ്ഞ അരിയുടെ പപ്പടം കൊടുത്തുവിട്ടു. അപ്പൊ എന്ത് പറ്റി? അത് കഴിഞ്ഞിട്ട് ലേഖക് അത് പൊടിച്ച് അവിടെ ഇവിടെ ഇട്ടു. तीन चार टुकड़े പീസസ് എന്താ ചെയ്തേ? അവിടെ ഇവിടെ ഇട്ടു. അപ്പൊ എന്താ പറ്റി? ആ റാറ്റ് ആയ, സൂത, സ്നിഫ് ചെയ്ത്, ഡോഗ്സ് ഒക്കെ ഇങ്ങനെ മണം പിടിച്ച് സ്നിഫ് ചെയ്യത്തില്ലേ, അതുപോലെ ചൂഹ ഇങ്ങനെ മണത്ത് വന്നു. ചൂഹ ആയ സൂത എന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ മണത്ത് വന്നു കഴിഞ്ഞിട്ട് എന്താ? ലൗഡ് ഗയ എന്ന് പറഞ്ഞ എന്താ? ഫുഡ് കഴിക്കാതെ തിരിച്ചു പോയി. ലൗഡ് ഗയ, ഹി ഫുഡൊന്നും കഴിച്ചില്ല. മണത്ത് വന്നിട്ട് എന്താ? അത് ഫുഡ് കഴിക്കാതെ തിരിച്ചു പോയി. അപ്പൊ എന്താ? ലേഖകന് എന്ത് മനസ്സിലായി? ഈ ചൂഹയ്ക്ക് ഈ അരി കൊണ്ടുണ്ടാക്കിയ പപ്പഡ് ഹി ഡിഡിൻ ലൈക്ക്, ആ ചൂഹയ്ക്ക് അത് ഇഷ്ടമായില്ല. അതുകൊണ്ടല്ലേ അത് കഴിക്കാതിരുന്നേ. നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് തന്നാൽ നമ്മൾ കഴിക്കുവോ? നമ്മളുടെ അടുത്ത് കുറച്ച് പാവയ്ക്ക കറി,
അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ നമ്മൾ കഴിക്കും. നമുക്കത് ഇഷ്ടമല്ല, അപ്പൊ നമ്മളത് കഴിക്കില്ല. അതുപോലെ ഈ റാറ്റിന് എന്താ, ഈ പപ്പടത്തിന്റെ ഈ അരി കൊണ്ടുണ്ടാക്കിയ പപ്പടം ഇഷ്ടായില്ല. അതിങ്ങനെ മണത്തിട്ട് തിന്നാതെ പോയി. അപ്പൊ ലേഖകന് എന്ത് മനസ്സിലായി? ആ, ഈ റാറ്റിനും ഉണ്ട് ഫുഡിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ. റാറ്റിനും ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ റാറ്റിന് എന്താ ഇഷ്ടമല്ലാതിരുന്നേ? चूहा क्या क्या पसंद नहीं था? चूहा को क्या पसंद नहीं था? चूहा को क्या पसंद नहीं था? चावल का पपड़ पसंद नहीं था. ചൂഹയ്ക്ക് എന്താ ഇഷ്ടമല്ലാതിരുന്നേ? ചാവൽ കാ പാപ്പഡ്. എന്താ ചൂഹയ്ക്ക് ഇഷ്ടമല്ലാതിരുന്നേ? പസന്ദ് നഹീ താ. ചൂഹാക്കോ ചാവൽ കാ പപ്പഡ് പസന്ദ് നഹീ താ. അപ്പൊ എന്താ ചെയ്തേ? ഈ ലേഖ റൊട്ടി റൊട്ടി കാ ടുക്കട ഡാല. അപ്പൊ ലേഖക് അത് കഴിഞ്ഞിട്ട് റൊട്ടി കാ ടുക്കട, ബ്രെഡിന്റെ പീസസ് കുറച്ച് ഇട്ടു. അപ്പോ ആ റാറ്റ് വന്ന് അത് ആ ടുക്കട എടുത്ത് കഴിച്ചു. ആ ടുക്കട ഫുള്ളും എടുത്ത് കഴിച്ചു. അപ്പൊ ലേഖകന് മനസ്സിലായി ഇത് വിശന്നിട്ടാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും എന്താ, ലേഖക് കുറച്ച് കുറച്ച് പീസസ് ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? അപ്പൊ ലേഖകന് ശാന്തായിട്ട് ഉറങ്ങാൻ പറ്റി. इससे उसको शांत से नींद होता था. शांत से नींद होता था. അപ്പൊ റാറ്റ് പിന്നെ ഉപദ്രവിക്കാൻ വന്നോ? റാറ്റിന് അതിന്റെ വിശപ്പ് മാറി. അപ്പൊ ലേഖക് എന്ത് ചെയ്തു? ഉറങ്ങണതിന് മുന്നേ കുറച്ച് ബ്രെഡിന്റെ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ റാറ്റ് അത് തിന്നിട്ട് റാറ്റിന്റെ റാറ്റ് പോവും. അപ്പോ ലേഖകനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നില്ല. इससे उसको शांत से नींद होता. അത് കാരണം ആ ലേഖകന് പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റി. ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റി, പീസ്ഫുള്ളി ഉറങ്ങാൻ പറ്റി. റാറ്റ് പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നില്ല. അപ്പൊ എന്താ, പീസ്ഫുള്ളി ഹി ക്യാൻ സ്ലീപ്. അപ്പൊ രാത്രി ഉറങ്ങാൻ നേരത്ത് കുറച്ച് ബ്രെഡിന്റെ പീസസും കൂടി ഇട്ടു. അപ്പൊ എന്താ, ഈ ലേഖകന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? നമ്മുടെ റാറ്റിന് കുറച്ച് സോ സം ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ദേ ആർ വെരി ഡേഞ്ചറസ് ദാൻ ദ റാറ്റ്. പക്ഷെ റാറ്റിന്റെ റൈറ്റ്സ് ഹി എന്താ അത് നേടിയെടുത്തു അല്ലേ? അതിന്റെ ആ വീട്ടിലുള്ള അധികാരം, അതിന് ഫുഡ് കഴിക്കാനുള്ള അധികാരമാണ് അത് എന്താ അത് ആ ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തത്. പക്ഷെ കുറച്ചൊക്കെ ആൾക്കാരുണ്ട്, ദേ ആർ വെരി ഡേഞ്ചറസ് ദാൻ ദ ചൂഹ. ആദ്മി ചൂഹെ സെ ബി ബദധാർ ഹേ. ഡേഞ്ചറസ്, ഖതർനാക്, ബദധാർ ഹേ. അതാണ് ഈ ഒരു സ്റ്റോറിയുടെ മോറൽ. നമ്മള് റാറ്റിന് എന്താ, റാറ്റ് ആ വീട്ടിലെ ഒരു അംഗമാണ് എന്നാണ് റാറ്റ് വിചാരിച്ചുകൊണ്ടിരുന്നത്, തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ റാറ്റ് ഹാസ് സം റൈറ്റ്സ് ആൻഡ് ഇൻ ദാറ്റ് ഹൗസ്. റാറ്റ് ആ വീട്ടിലൊരു ഒരു മെമ്പർ ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ റാറ്റിന് ഫുഡ് വേണമെന്നുള്ളത് റാറ്റിന്റെ റൈറ്റ്സ് ആണ് അല്ലേ? അപ്പോ ആ റാറ്റ് അത് ഫൈറ്റ് ചെയ്ത് ആ റൈറ്റ് ആ ഫുഡ് അത് മേടിച്ചെടുത്തു. ഇതിന്റെ മോറൽ എന്താ? സം പീപ്പിൾ ആർ മോർ ഡേഞ്ചറസ് ദാൻ ദ ചൂഹ. അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ വരുന്ന വിലോം ശബ്ദ് ചട്ന. ചട്ന എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈംബ് അപ്പ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഉത്തർന. വിലോം ശബ്ദ് ചട്ന, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ചട്ന മീൻസ് ക്ലൈംബ് അപ്പ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഉത്തർന. ചൈൻ എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ചൈൻ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ബെചൈന. ശാന്ത് പീസ്. അശാന്ത് ജന്മ മീൻസ് ബോൺ ചെയ്യാം. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? മൃത്യു. പര്യായവാചി ശബ്ദ് ആത്മി, മാനവ്, ഇൻസാൻ. ആത്മി എന്താ?
മാനവ് ഇൻസാൻ 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 മാനവ് ഇൻസാൻ ഉല്ലാസ് ഇർഷ് ആനന്ദ് ഉല്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ ഹാപ്പി ഇർഷ് ആനന്ദ് രാത് നിശ രാത്രി രാത് എന്ന് പറഞ്ഞാൽ എന്താ രാത് എന്ന് പറഞ്ഞ നൈറ്റ് നിശ രാത്രി സുബഹ് പ്രഭാത് സവേര प्रभात सवेरा ओके लेखक के सो जाने पर चूहा क्या करते हैं लेखक को सो जाने पर എന്താ ചെയ്തേ लेखक അത് सिर के पास जाकर कुल बुलाता था അത് ഇങ്ങനെ ഇങ്ങനെ സ്ക്യൂ നോയ്സ് ഉണ്ടാക്കി അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു ഓക്കെ സോ താങ്ക് യു